ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. 8 നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി മഹൽ ജുമാ മസ്ജിദിൽ വിദ്യാർത്ഥികൾക്കായി പുതിയ ദറസ് പഠനം തുടക്കമായി. വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ തന്നെ പുരാതനമായ മസ്ജിദുകളിലൊന്നായ മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി മഹൽ ജുമാ മസ്ജിദിൽ പുതിയ ദർസ് പഠനത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. സംവിധാനങ്ങൾ മാറി, എല്ലാം മാറിയപ്പോൾ ഇതിന് കുറച്ച് അദബിന്റെയും കുരുത്തത്തിന്റെയും കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എവിടെയോ ചെറിയ ചെറിയ പാളിച്ചകളും ചില കുറവുകളൊക്കെ വന്നുപോയി. അങ്ങനെ വന്നപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സംഗതിയായിരുന്നു എന്നത് മറന്നുപോയി. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി, ഇൽമും അദബും ഒരുമിച്ച് കൊണ്ടുപോകണം, എങ്കിലാണ് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പ്രശ്നം ലോകത്തിൽ നോളജ് ഉണ്ട്, പക്ഷെ വിസ്ഡം ഇല്ല. വിസ്ഡവും നോളജും കൂടി വരണമെങ്കിൽ ഇത്തരം ഒരു കലാലയങ്ങളിൽ നിന്ന്, ഗുരുകുല സമ്പ്രദായങ്ങളിൽ നിന്ന് ഗുരുത്വത്തോടു കൂടി ഇൽമ അഭ്യസിക്കണം. അങ്ങനെ വരുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇൽമ്, ഇപ്പോൾ അറിവും തിരിച്ചറിവും എന്ന് അറിയണമെങ്കിൽ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ ഫിഷനും ഫിക്ഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട്, ന്യൂക്ലിയർ ഫിക്ഷൻ ഉണ്ട്. രണ്ടും ചെറിയ മാറ്റമുള്ളൂ. ഒന്ന് ഈ ലോകത്തിൻ്റെ അന്ധതയിൽ നിന്ന് ലോകത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഇതുപോലുള്ള കരണ്ടും പ്രഭയും വെളിച്ചവും ഉണ്ടാക്കാനുള്ള വിദ്യയാണ്. മറ്റതാണെങ്കിലോ സർവനാശകാരിയായ ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാനുള്ള വിദ്യയാണ്. രണ്ട് സാധനം തന്നെയാണ്, ഒരേപോലെ പോകും, പക്ഷെ അവസാനം ഇത് വഴിതിരിയും. അപ്പോൾ അത് വേണോ ഇത് വേണോ എന്നതൊരു തിരിച്ചറിവിൻ്റെ വിഷയമുണ്ട്. ആ തിരിച്ചറിവാണ് വിസ്ഡം എന്ന് പറയുന്നത്. മറ്റത് ഒരു നോളജ് മാത്രമേ ഉള്ളൂ. നോളജ് ഇപ്പോൾ കിട്ടാൻ പണിയൊന്നുമില്ല. പുസ്തകന്മാരും വേണ്ട, പുസ്തകങ്ങളും വേണ്ട. ഗൂഗിൾ അടിച്ചു നോക്കിയാൽ, പുസ്തകം അടിച്ചു നോക്കിയാൽ ആർക്കും നോളജ് ഉണ്ടാവാം. മഹൽ ഖത്തീബ് AK ഇസ്മായിൽ അൽ ഹസ്നിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ദർസ് കമ്മിറ്റി ചെയർമാൻ KA അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. وإلى حضرة الشيخ الإنس والجن قطب الأقطاب وفي العظم حي عبد القادر الجيلاني قدس الله تعالى سره اللذيذ وإلى حضرة سلطان العارفين أحمد الكبير الرفاعي قدس الله تعالى سره اللذيذ وإلى حضرة سلطان الهند خواجة معين الدين الدستي الأجميري السنجري قدس الله تعالى سره اللذيذ. പിന്നെ വിളിക്കാൻ കാളിയോട് തങ്ങളായിരുന്നു, പിന്നെ വിളിക്കാൻ മക്കായി തങ്ങളായിരുന്നു. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായതാണ്. പക്ഷേ എന്തോ ഇവിടെ നമുക്ക് ദർസ് ആരംഭിക്കാൻ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ ദർസി പരമ്പര നിലനിർത്തിയിരുന്ന രീതിയിൽ മഹാനായ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെറുകോണത്തുള്ള ആണ് ഞങ്ങളൊക്കെ വലിയ ഉസ്താദ് എന്ന് പറയുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒത്തുപള്ളിയായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനം. മറുപടി മസ്താമല്ലാപ്പ എന്ന് പറയപ്പെടുന്ന ആ അനുഗ്രഹീതമായ വലിയൻ്റെ മാതാപിതാക്കൾ അന്തിമസ്നാനം കൊള്ളുന്ന മണ്ണ് അവരെപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പ്രദേശം. ഇപ്പോഴും അവിടെ പതാക ഉയർത്തണമെന്നുണ്ടെങ്കിൽ കാഞ്ഞിരശ്ശേരി വന്ന് സിയാറത്ത് ചെയ്ത് പോകണം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു കുറവ് അൽഹംദുലില്ലാ ഇന്നത്തോടുകൂടി പരിഹരിക്കപ്പെടുകയാണ്. ഏറ്റവും പുണ്യമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതരായ സൈദനബി അലി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മഹലിലെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന കുട്ടികൾ എന്ന രീതിയിലാണ് 8 കുട്ടികൾ എന്ന രീതിയിൽ. SMF തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞുകോയ തങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള ഖുർആൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദർസ് പഠനത്തിന് നേതൃത്വം നൽകുന്ന PM സൈദലവി ധാരിമി മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ KM മുഹമ്മദ് ഹാജി, പാരിദ് ഹാജി വരവൂർ, ഉമ്മർ ഹാജി കാർലിമുക്ക, KA മുഹിയുദ്ദീൻ ഹാജി, PS കമറുദ്ദീൻ മൗലവി, KM ഉമ്മർ, PA വീരാൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ചെന്നിരുന്നു. നല്ല ഒരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. ഹിന്ദു വിശ്വാസികളടക്കം ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളോട് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നമ്മളോട്
അമ്പലം പ്രസിഡന്റാണ് രാഘവേട്ടൻ. ഒരു വണ്ടി വിറക് ഖുർആൻ പഠിപ്പിക്കുകയല്ലേ, നല്ല കാര്യത്തിനല്ലേ, ഭക്ഷണത്തിലേക്ക് ഒരു വണ്ടി വിറക് അയാൾ എത്തിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ പ്രകാശൻ എന്ന് പറഞ്ഞ സുഹൃത്ത് വിദ്യാർത്ഥിയായി. മഹൽ സെക്രട്ടറി എ സൈനുദ്ദീൻ സ്വാഗതവും ട്രഷറർ KM കോയിക്കുട്ടി നന്ദിയും രേഖപ്പെടുത്തി. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.